പ്രൈവസി വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരു വളരെ സങ്കടമുള്ള കാര്യമാണ്. ഈ മഹാനടൻ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ വിഷമത്തിലാണ്. ആ വിഷമത്തെ, ആ കണ്ണീരിനെയാണ് വിറ്റ് എന്താ പറയാ കാശാക്കണം അല്ലെങ്കിൽ അതൊരു കണ്ടന്റ് ആക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാർ മാത്രമല്ല അവിടെ വന്നിരിക്കുന്നത്. വന്ന പബ്ലിക്കിന് പോലും ആ സെൻസ് കാണിച്ചില്ല. മലയാളി കാണിക്കേണ്ട ബേസിക് മര്യാദ അവിടെ കാണിച്ചിട്ടില്ല. കാരണം ഒരാൾ വിഷമിച്ചിരിക്കുന്നവരെ തള്ളി കയറുകയും കാര്യങ്ങളും. പക്ഷെ അവിടെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. 66E IT ആക്ട് പറ്റില്ലെങ്കിൽ പോലും അവിടെ ഈ ചടങ്ങ് നടക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടു വളപ്പില്ല. ദാറ്റ്സ് എ പ്രൈവറ്റ് സ്പേസ്. അവിടെ ഒരു ട്രെസ്പാസ് നടന്നിട്ടുണ്ട്. അത് ഈ ഓർഗനൈസേഷന്റെ കുറവും കൂടെ ഉണ്ട്. പബ്ലിക്കിന് ലിമിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്നാൽ പോലും അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കെതിരെ ഈ കുടുംബാംഗങ്ങൾക്ക് വേണമെങ്കിൽ ട്രെസ്പാസിന്റെ പേരിൽ നടപടി സ്വീകരിക്കാം നിയമപരമായിട്ട്. അല്ല, ഇന്നത്തെ ഒരു പറഞ്ഞത് ഞാനിപ്പോഴും പറഞ്ഞൊരു കാര്യം അങ്ങ് പറഞ്ഞൊരു വാക്ക് തന്നെയാ, വകതിരിവ്. വകതിരിവ് വട്ടപൂജ്യം, അത്രേ ഉള്ളൂ. കറക്റ്റ് ആണ്. പക്ഷെ അതൊരു പബ്ലിക് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ ചടങ്ങിലേക്ക് ധാരാളം ആളുകൾ സ്വാഭാവികമായും കടന്നു വരും. ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. അവരുടെ കുടുംബാംഗങ്ങൾ ഒച്ച വെച്ചോ ഇല്ല, റിയാക്ട് ചെയ്തോ ഇല്ല. ടൗൺ ഹാളിൽ പബ്ലിക് വന്നു. ദിസ് ഇസ് ഹാപ്പനിങ്. ഇത് നടക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സ്പേസ്, അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങ് നടക്കുന്നത്. അവിടെയാണ് ഈ പബ്ലിക് കയറി വരുന്നത്. അതിനൊരു പബ്ലിക് സ്പേസ് ആയിട്ട് എടുക്കാൻ പറ്റുമോ ഇല്ലയോ? നിയമപരമായി ഞാൻ പറയും പറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.